ഇപ്പോൾ രാജ്യത്ത് 3 വ്യോമസേന വിമാനങ്ങൾ തകർന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് അപകടം. മധ്യപ്രദേശിൽ സുഖോയ് മിറാഷ് വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടു, 2 പേർ രക്ഷപ്പെട്ടു. വിശദാംശങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കരീഷ്മ ചേരുന്നു. കരീഷ്മ, അപകടത്തിൽ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നത്. ഏത് വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അതെ അൻസില, രാജ്യത്തെ വ്യോമസേനയുടെ 3 യുദ്ധവിമാനങ്ങളാണ് തകർന്നത്. 2 മധ്യപ്രദേശിലും 1 രാജസ്ഥാനിലുമാണ് തകർന്നത്. 2 പൈലറ്റുമാർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് രാവിലെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഒരു പൈലറ്റിനായുള്ള അന്വേഷണം രാവിലെ മുതൽ പുരോഗമിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പൈലറ്റ് മരിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അൻസില. അതുപോലെ തന്നെ മിഡ് എയർ കൂട്ടിയിടിയാണ് അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. വളരെ വിഷമകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യോമസേനയുടെ 3 വിമാനങ്ങളാണ് സുഖോയ് 30 വിമാനവും മിറാഷ് 2000 വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഗോളിയാറിലെ പിൻഗോറ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ വിമാനം തകർന്നത് ഭരത്പൂരിലാണ്. ഭരത്പൂർ 2 സ്ഥലങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു. ഒരു പൈലറ്റിനായുള്ള തിരച്ചിൽ രാവിലെ മുതൽ തന്നെ ഏകദേശം രാവിലെ 10-നും 10-15-നും ഇടയ്ക്കായിരുന്നു ഈ വാർത്ത പുറത്തു വന്നത്. അപ്പോൾ മുതൽ തന്നെ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയായിരുന്നു. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും തിരച്ചിലിനായി എത്തിയിരുന്നു. ഇപ്പോൾ ആ ഒരു പൈലറ്റ് മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അൻസില. രാജ്യത്ത് 3 വ്യോമസേന വിമാനങ്ങൾ തകർന്നു. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായാണ് അപകടം നടന്നത്. മധ്യപ്രദേശിൽ സുഖോയ് മിറാഷ് വിമാനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് കരീഷ്മയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്.